രാവിലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ടോക്കണൊക്കെ എടുത്ത്, അതായത് സ്കാനിങ്ങിന് ടോക്കണൊക്കെ എടുത്തതിന് ശേഷം നേരെ തിരിച്ച് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് മരുന്നൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പതിയെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്ന് നമ്മൾ ടോക്കൺ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് 9:30 ആകുമ്പോഴത്തേക്ക് സ്കാനിങ് തുടങ്ങും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞങ്ങളൊരു 8:45 ആയപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. ടോക്കൺ എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു 9 മണിയൊക്കെ ആവാൻ പോകുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് പിന്നെയും പോകുമ്പോൾ പെട്ടെന്ന് ലേറ്റ് ആയാലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അവിടുത്തെ ക്യാൻറ്റീനിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നീട് നേരെ ഞങ്ങൾ എന്താ സ്കാൻ ചെയ്യുന്നിടത്ത് പോയിരുന്നു. 9:30 അവർ വിളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ വിളിച്ചപ്പോഴത്തേക്ക് കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കാനിങ്ങിന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞാണെങ്കിൽ വീണ്ടും സഹകരണമില്ലാതെ ഇരിക്കുകയാണ്. പഴയപടി തന്നെ. ഞാൻ വിചാരിച്ചു ഒറ്റ ട്രിപ്പിൽ എല്ലാ കാര്യങ്ങളൊക്കെ കഴിയുമെന്നാണ് വിചാരിച്ചത്. കാരണം നോർമലായിട്ടുള്ള സ്കാനിങ് ആയിരുന്നല്ലോ, ഡീറ്റെയിൽ സ്കാനിങ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സമാധാനത്തിലാണ് പോയത്. പക്ഷേ പഴയതുപോലെ തന്നെ ആയിരുന്നു കാര്യങ്ങൾ. ഒന്ന് നടക്കുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കോഫിയോ ചായയോ കുടിക്കുകയോ ഇല്ലെങ്കിൽ തണുത്ത എന്തെങ്കിലും ജ്യൂസ് കുടിച്ചിട്ട് വരാനെന്ന് പറഞ്ഞ് ഡോക്ടർ വിട്ടു കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കോർട്ടിൽ വന്നിട്ട് ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചു. നല്ല തണുത്ത ഓറഞ്ച് ജ്യൂസ് ആട്ടോ, മധുരം ഇല്ലാതെ ഞാൻ ഒരെണ്ണം മേടിച്ച് കുടിച്ചു. അത് കുടിച്ചിട്ട് പിന്നെ അവിടേക്ക് നടന്നങ്ങ് മേളിൽ കയറി ചെന്ന് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്കാനിങ്ങിന് കയറിയപ്പോഴത്തേക്ക് എന്തായാലും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുന്നേ 2-3 വട്ടം സ്കാൻ ചെയ്തപ്പോഴും കിട്ടാതായപ്പോൾ ലാസ്റ്റ് ഓറഞ്ച് ജ്യൂസ് ആട്ടോ കുടിച്ചിട്ട് കയറിയത്. അപ്പോഴത്തേക്ക് തിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞ്. അതിന് മുന്നേ ഞാൻ ചൂടുവെള്ളമൊക്കെ ആയിരുന്നു കുടിക്കുന്നത്, തിരിയത്തേ ഇല്ലായിരുന്നു. അങ്ങനെ രണ്ടാമതും വന്ന് സ്കാൻ ചെയ്ത ദിവസങ്ങളുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ ഇരുന്ന സമയത്തായിരുന്നു നമുക്ക് കൊറിയർ ഓഫീസിൽ നിന്ന് ഒരു കോള് വന്നത്. നമുക്ക് കൊറിയർ വന്ന് കിടപ്പുണ്ട്, വന്ന് എടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ചും കൂടെ അടുത്തായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ പിന്നെ ഇത് അങ്ങോട്ടാണ് പോയത്. അങ്ങനെ അവിടെ ചെന്നു അതൊക്കെ മേടിച്ച് നേരെ പിന്നെ വീട്ടിലോട്ട് പോയി. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് എൻ്റെ അമ്മ വിളിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു, എന്തായി കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ നേരെ പിന്നെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോഴേ ഇതാ ഒരാൾ വന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഒന്ന് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ചൂട് കാരണം ഒട്ടും പറ്റത്തില്ല. വണ്ടിയിലോട്ട് കയറിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് പുഴുകുമായിരുന്നു. കാരണം കാറിലെ ചൂടും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ആകെ ബുദ്ധിമുട്ടായി. വീട്ടിലോട്ടൊന്ന് എത്തിയാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു. വീട്ടിൽ വന്നപ്പോഴേ എന്തെങ്കിലും തണുത്തത് തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ അനിയത്തിയാണെങ്കിൽ കുറച്ച് വെള്ളത്തിനകത്ത് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊണ്ട് തന്നു. അത് ഞാനും കുഞ്ഞിനും കൂടെ കുറേശ്ശെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, സീ യു.